ISL നമ്പർ 1 ഫാൻ ക്ലബ്ബായിട്ടുള്ള മഞ്ഞപ്പട ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. സോ ഇത് ഒരിക്കലും മാനേജ്മെൻറ്റ് പോലും വിചാരിച്ചു കാണില്ല ഇങ്ങനെ ഈ ഒരു ഫാൻ മൊത്തത്തിൽ തിരികുമെന്ന്. സോ കുറച്ച് കാര്യങ്ങൾ മഞ്ഞപ്പട ഡിമാൻഡിൽ വെക്കുന്നുണ്ട്. സോ അത് ചെയ്താലേ ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള ഈ ഒരു മഞ്ഞപ്പട എന്ന് പറഞ്ഞ ഫാൻ ബേസ് ഈ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെ സപ്പോർട്ട് ചെയ്യുകയുള്ളെന്നാണ് പറയുന്നത്. സോ ഏതൊക്കെയാണെന്ന് നോക്കാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടൈം ഈസ് മണി. മോശം ഫോമിലുള്ള കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയാണ് ഇപ്പോൾ മഞ്ഞപ്പട തിരിഞ്ഞിട്ടുള്ളത്. അവർ പറയുന്ന മെയിൻ ആയിട്ടുള്ള കീ പോയിൻറ്റ്സ് ഇത്രയേ ഉള്ളൂ. യൂഷ്വലി വൈബ്രേറ്റ് ഈസ്റ്റ് ഗാലറി വിൽ റിമെയിൻ സൈലൻറ്റ്. അതായത് ആ ഒരു സ്റ്റേഡിയം, അത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ ആ ഒരു ഈസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്ന ബ്ലോക്ക്, അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധകരേറുന്നതും നമ്മുടെ ഓരോ ഗോൾ അടിക്കുമ്പോൾ ചിയർ ചെയ്ത് സ്റ്റേഡിയം വരെ ഷേക്കാവുന്ന ഓരോ ന്യൂസ് വരുന്നത്. സോ അവിടെ ഫുൾ ഇന്ന് സൈലൻ്റ് ആയിരിക്കും. ഒരു മൂകത നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരിക്കും മഞ്ഞപ്പട അവിടെ സൃഷ്ടിക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, ഉള്ളി ഇത് മഞ്ഞപ്പട ബാനർ വിൽ ബി ഡിസ്പ്ലേഡ്. അതായത് മഞ്ഞപ്പടയുടെ ബാനർ മാത്രമേ അവിടെ ഡിസ്പ്ലേ ആയിട്ടുള്ളൂ. ബാൻഡ് വിൽ റിമൂവ് ബിഫോർ ദി മാച്ച്. പിന്നെ അടുത്ത് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ജനുവരി ട്രാൻസ്ഫർ കൊണ്ടുവരിക എന്നതാണ് മഞ്ഞപ്പട അടുത്ത് റിമൈൻഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ജനുവരിയിലാകുമ്പോൾ ട്രാൻസ്ഫർ വരും, നല്ലൊരു ട്രാൻസ്ഫർ, അതായത് നല്ലൊരു ആ ഒരു പ്ലെയറിനെ കേരള ക്ലബിലോട്ട് കൊണ്ടുവരിക എന്നൊരു തീരുമാനം മഞ്ഞപ്പട മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതിനെല്ലാം പുറമെ അവർ ടിക്കറ്റുകൾ ബഹിഷ്കരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതെല്ലാം ഇന്ന് നമ്മുടെ ഈ ഒരു മാച്ച് വ്യക്തമായിട്ടൊന്ന് കാണാം. ഇന്നത്തെ മാച്ച് അനുസരിച്ചിരിക്കും ഇനി അടുത്തങ്ങോട്ട് മഞ്ഞപ്പടയുടെ ഓരോ തീരുമാനങ്ങൾ. സോ മഞ്ഞപ്പട ഇത് ഒരിക്കലും മാനേജ്മെൻറ്റ് വിചാരിച്ചാണ് മഞ്ഞപ്പട ഇങ്ങനെ തിരിയുന്നു. കാരണം വെച്ചാൽ മാനേജ്മെൻറ്റ് അത്രത്തോളം അതംപതിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഓരോരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. അവരൊരു ബിസിനസ് മൈൻഡായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓരോ പ്ലേയേഴ്സിനെ വെച്ച് പലതരത്തിലുള്ള ആഡ്സും പോസ്റ്റേഴ്സും എല്ലാവരും ഇറക്കുന്നുണ്ട്. അതിൽ നിന്ന് പ്രൊമോഷനായിട്ട് വലിയൊരു തുക അവർ വാങ്ങിക്കുന്നുമുണ്ട്. ബട്ട് ഒരു ഗെയിമിലോട്ട് വരുമ്പോൾ ഈ ഒരു ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ആരവവും അവിടെ കാണുന്നില്ല എന്നാണ് മെയിൻ ആയിട്ടുള്ള റീസൺ. സോ എന്തായിരുന്നാലും ഇന്നത്തെ മാച്ച് പോലെ ഇരിക്കും ഇനി അങ്ങോട്ടുള്ള മഞ്ഞപ്പടയുടെ അടുത്ത നീക്കമെന്ന് പറയുന്നത്. ഇന്നത്തെ മാച്ചും കൂടെ തോറ്റ് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ 11th പൊസിഷനിലാണ്. ഇനി എങ്ങോട്ട് പോകുന്നു കണ്ട് തന്നെ അറിയാം. കാരണം ലാസ്റ്റ് ഇനി എങ്ങോട്ട് പോയാലും നമുക്കെന്താ ഓരോരോ ഫാൻസിൻ്റെയും ആ ഒരു അഹങ്കാരം എന്ന് പറയുന്ന ഈ ഒരു ക്ലബ്ബാണ്. സോ അതെല്ലാം അവർ മാറ്റി ഈ ഒരു മാനേജ്മെൻറ്റ് ഈ ഒരു ഇന്നത്തെ പ്ലേയേഴ്സും എല്ലാം കൂടെ മാറ്റി തന്നിരിക്കുകയാണ്. സോ അത് മാത്രമല്ല, നമുക്ക് ഓരോ റീൽസിൽ ഓരോ വീഡിയോസ് വരില്ലേ, ഓരോരോ ബീജിയം കയറ്റിയിട്ട്, അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസമുണ്ട്. അതെല്ലാം പോയിട്ടുണ്ടായിരുന്നു. സോ എന്തായിരുന്നാലും കണ്ട് തന്നെ അറിയാം ഇനി അങ്ങോട്ടുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓരോ മാച്ചും വലിയ വലിയ തീരുമാനങ്ങളും. എന്തായിരുന്നാലും മാനേജ്മെൻറ്റ് ഇതൊരു ബിസിനസ് ആക്കി കഴിഞ്ഞിരിക്കുകയാണ്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് നല്ലൊരു തീരുമാനമാണ് മഞ്ഞപ്പട ചെയ്തത്. സോ ഇനി അങ്ങോട്ട് എന്താ ഈ ഒരു മാനേജ്മെൻറ്റ് ഈ ഒരു പ്രതിഷേധത്തിനനുസരിച്ച് അവരെന്ത് തീരുമാനം എടുക്കും നമുക്ക് കണ്ടു തന്നെ അറിയാം. അതും ഇനി മണ്ടത്തരം ആയാലും എന്ത് ചെയ്യുമെന്നാണ് ഈ ഒരു കാര്യം പറയാൻ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അത്രത്തോളം വിഷമമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത്ര വർഷമൊന്നും പറഞ്ഞാൽ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇവൻ നല്ലൊരു കപ്പ് കിട്ടിയില്ലെങ്കിലും വേണ്ട, നല്ലൊരു പെർഫോമൻസ് എങ്ങനെ കാഴ്ചവെച്ചാൽ മതിയായിരുന്നു. ഓരോ ടീമിൽ നിന്ന് ബുക്കുകൾ വാങ്ങിക്കുക. കേരളത്തിൻ്റെ അകത്ത് തന്നെ പലതരത്തിലുള്ള ISL ടീം ഫാൻ ബേസ് ഉണ്ട്. സോ അവർക്ക് എന്താ ഒരു പൊങ്കാലയായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാറുന്നത്. സോ ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഈ ഒരു കാര്യം പറയാനാണ്, മഞ്ഞപ്പടയുടെ ഓരോരോ തീരുമാനങ്ങൾ പറയാനാണ്. സോ എന്തായിരുന്നാലും നിങ്ങളെപ്പോഴും ജസ്റ്റ് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. സോ ഇതിലും മികച്ച നല്ലൊരു കണ്ടന്റുമായിട്ട് കാണുന്നവരൊക്കെ വൺസ് അഗൈൻ വി ആർ ടെല്ലിങ് ടൈം ഈസ് മണി ബ്രോ.